സാബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബാങ്കിംഗ് ആണ്. നമുക്കറിയാം കോർപ്പറേറ്റ് ഇൻസ്പെക്ടറുടെ എക്സാം ആയിക്കോട്ടെ, അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ എക്സാം ആയിക്കോട്ടെ, രണ്ടിനും സിലബസ് വന്നു കഴിഞ്ഞു. അതിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ളത്. അതിൽ 40 മാർക്ക് വെച്ച് ഓരോന്നിനും 4 മാർക്ക് വെച്ച് 10 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 10 പാട്ടില് നാലാമത്തെ പാട്ടായിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്കിന്റെ പോസ്റ്റ് ലിബറലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് പഠിക്കാൻ. അതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റും അതുപോലെ RBI ആൻഡ് നബാർഡ് ഇനിഷ്യേറ്റീവ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി RBIയും അതുപോലെ തന്നെ നബാർഡും എന്തെല്ലാം പങ്കുകളാണ് വഹിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോന്ന് തോന്നും. ഒന്നുമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് സൗകര്യങ്ങൾ എത്തിപ്പെടാത്ത പ്രദേശങ്ങളിലായിക്കോട്ടെ, അതുപോലെ തന്നെ ബാങ്കിങ് സൗകര്യങ്ങൾ എത്താത്ത മേഖലകളിൽ ബാങ്കിന്റെ സൗകര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ആ പ്രോഗ്രാം ആരംഭിച്ചത്. അതായത് എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും ബാങ്കിങ് സൗകര്യങ്ങൾ എത്തിക്കുക, അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് സൗകര്യങ്ങൾ എത്താത്ത വീക്കർ സെക്ഷൻസ്, ലോ ഇൻകം ഗ്രൂപ്പ്സ് എന്നിവരുടെ ഇടയിലേക്കൊക്കെ എന്താണ് നമ്മൾ ബാങ്കിന്റേതായ എല്ലാവിധ പ്രവർത്തനങ്ങളും എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്കിന്റെ ഒരു ഭാഗം അവരെ ആക്കി മാറ്റുക. ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇതിന്റെ ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ പ്രക്രിയയുടെ ഭാഗമാക്കി ഈ ലോ ഇൻകം ഗ്രൂപ്പിനെയും അതുപോലെ തന്നെ വീക്കർ സെക്ഷനെയും മാറ്റുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം ലോ ഇൻകം ഗ്രൂപ്പിന്റെ കയ്യിൽ വളരെ കുറച്ച് പൈസകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് മനസ്സിലെന്താണ്, വലിയൊരു സ്ഥാപനമായിട്ടുള്ള ഈ ബാങ്ക് സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ ഈ ചെറിയ തുകയും കൊണ്ട് എങ്ങനെയാണ് എത്തിച്ചേരുക, അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവര് ബാങ്കിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇന്ന് കിട്ടുന്ന വരുമാനം ഇന്ന് തന്നെ ചെലവാക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ഐഡിയോളജി അനുസരിച്ചാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ അവരുടെ ഇടയിലേക്ക് സേവിങ്സ് മെന്റാലിറ്റികൾ വരുത്തണം. അതുപോലെ ചെറിയ ചെറിയ തുകകളായാലും ബാങ്കിൽ കൊണ്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഗുണവശങ്ങൾ അവർക്ക് അറിയണം. ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ബാങ്ക് സൗകര്യങ്ങൾ എത്താത്ത സ്ഥലങ്ങളിലേക്ക് അതായത് വീക്കർ സെക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലോ ഇൻകം ഗ്രൂപ്പുകൾ ആയിക്കോട്ടെ, അവരുടെ ഇടയിലേക്ക് ബാങ്കിങ് സൗകര്യങ്ങൾ എങ്ങനെ എത്തിക്കാം എന്നതിന്റെ ഭാഗമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ബാങ്ക് സെക്ടർ എല്ലാവരുടെയും ഈ വീക്കർ സെക്ഷന്റെ ആയിക്കോട്ടെ, മറ്റുള്ള ലോ ഇൻകം ഗ്രൂപ്പുകളുടെ ആയിക്കോട്ടെ, അവരുടെ ഒരു ഭാഗമാക്കുക എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് എവിടെയൊക്കെയാണ്? റൂറൽ ആൻഡ് അൺഡിസർവ്ഡ് ഏരിയ. എന്താണ് റൂറൽ ആൻഡ് അൺഡിസർവ്ഡ് ഏരിയയില് ഈ പറയുന്നതെല്ലാം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ. വേറെ ഒന്നുമില്ല, ചുരുക്കത്തിൽ പറഞ്ഞാല് ബാങ്കിങ് സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബാങ്കിങ് സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. It refers to provision of banking services at reasonable and affordable cost to weaker sections and low-income sections of the society who are excluded from the formal banking channel. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്? അതിൽ ബാങ്ക് സർവീസുകള് റീസണബിൾ അല്ലെങ്കിൽ അഫോർഡബിൾ കോസ്റ്റില് വീക്കർ സെക്ഷനിലും അതുപോലെ ലോ ഇൻകം ഗ്രൂപ്പുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതെങ്ങനെയുള്ളത്? ഫോർമൽ ആയിട്ടുള്ള ബാങ്ക് ചാനലിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളുകൾ, അതായത് സ്ഥിരമായി ബാങ്കിൽ പോകുന്ന ബാങ്കിങ് ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളല്ല, ഈ ബാങ്ക് ചാനലില് ബാങ്കുമായി യാതൊരുവിധ ഇടപാടുകളും നടത്താത്ത വിഭാഗങ്ങളിലേക്ക് ബാങ്കിങ് എന്ന് പറയുന്ന സർവീസ് റീസണബിൾ റേറ്റിലും അഫോർഡബിൾ കോസ്റ്റിലും എത്തിക്കുക എന്നുള്ള രീതിയിലാണ് എത്തിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്.
It refers to provision of banking services at reasonable and affordable cost to weaker sections and low-income sections of the society who are excluded from the formal banking channel. It aims at connecting common people with the banking system and ensuring their access to basic banking facilities. ഇത് ലക്ഷ്യമാക്കുന്നത് എന്താണ്? സാധാരണ ജനങ്ങളെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ബാങ്കിന്റെ ബേസിക് ഫെസിലിറ്റിയിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ അവരെ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബാങ്കുമായിട്ട് സാധാരണക്കാരായ ജനങ്ങളെ ബാങ്കുമായിട്ട് എത്തിക്കുക അല്ലെങ്കിൽ അതിന് ബാങ്ക് സംവിധാനങ്ങളുടെ ഉള്ളിലേക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കുക. കാരണം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യനേക്കാൾ ഉപരി ഇപ്പൊ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റുകളും മനസ്സിലാക്കി അത് പോയിന്റ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിലേക്ക് വീക്കർ സെക്ഷൻ ആയിക്കോട്ടെ, ലോ ഇൻകം ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവരുടെ ഇടയിലേക്ക് ബാങ്ക് സെക്ടറിനെ എത്തിക്കുക, ബാങ്ക് സർവീസുകളെ എത്തിക്കുക എന്നതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ബാങ്കിങ് അതായത് ബാങ്കിലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നില്ലേ, ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് ആരാണെന്ന് വെച്ചാൽ RBI ആൻഡ് നബാർഡ് ആണ്. RBI ആൻഡ് നബാർഡ് ഇനിഷ്യേറ്റീവ്സ് ഫോർ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്താണ്? RBIയും നബാർഡും ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. അതായത് അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡുമാണ്. Both the Reserve Bank of India and the National Bank for Agriculture and Rural Development have undertaken various initiatives to promote financial inclusion in India, especially in rural and undeserved areas. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിക്കോട്ടെ, അതായത് നബാർഡും RBIയും, ഇതിന്റെയൊക്കെ ഫുൾ ഫോമുകളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇവരെന്താണ് കുറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കുറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറെ പ്രോഗ്രാമുകളൊക്കെ നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഗ്രാമീണ ജനതകളുടെ ഉള്ളിലേക്ക് ബാങ്ക് സർവീസുകൾ എത്തിച്ചു കൊടുത്തു. എവിടേക്കാണ്? റൂറൽ ആൻഡ് അൺഡിസർവ്ഡ് ഏരിയാസ്. എന്താണ്? അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ഏതൊക്കെ ഏരിയയാണ്? റൂറൽ ആൻഡ് അൺഡിസർവ്ഡ് ഏരിയാസിലാണ് എന്ത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൂടുതൽ ഇനിഷ്യേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആരാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവായിട്ട് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡുമാണ്. നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇതൊക്കെ കാണാതെ തന്നെ പഠിച്ചു വെക്കണേ. ഇനി എന്തൊക്കെ വിധത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിന് പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് നോ ഫ്രീ അക്കൗണ്ട്. നോ ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. നോ ഫ്രീ അക്കൗണ്ടിന് ഇപ്പൊ അറിയപ്പെടുന്ന പേര് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, BSBDA. BSBDA അക്കൗണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അക്കൗണ്ട് ആണ്. ആ BSBDA അക്കൗണ്ടിന് തുടക്കകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് നോ ഫ്രീ അക്കൗണ്ട്. നോ ഫ്രീ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് BSBDA അക്കൗണ്ട്. BSBDA അക്കൗണ്ടിന്റെ ഫുൾ ഫോം എന്താണ്? BSBDA സ്റ്റാൻഡ്സ് ഫോർ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ് BSBDA അക്കൗണ്ടിന് അറിയപ്പെടുന്നത്. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ദാറ്റ് ഈസ് BSBDA അക്കൗണ്ട്. All banks were advised in November 2005 to make available a basic banking no-frill account either with nil or very low minimum balances. എന്താണ് നോൺ ഫ്രിൽ അക്കൗണ്ട്? നോൺ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് എന്നറിയാം. അതായത് ബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു അക്കൗണ്ട് ആരംഭിക്കാൻ പറ്റും. അതാണ് നോൺ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ മിനിമം ബാലൻസ് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ആരംഭിച്ചത് എന്താണെന്ന് വെച്ചാൽ നവംബർ 2005 2005 നവംബർ മാസത്തിലാണ് നോ ഫ്രിൽ അക്കൗണ്ട് ആരംഭിച്ചത്. നോ ഫ്രിൽ അക്കൗണ്ട് എന്താണ് ആരംഭിച്ചത്? 2005 നവംബർ മാസത്തിലാണ് നോ ഫ്രിൽ അക്കൗണ്ട് ആരംഭിച്ചത്. നോ ഫ്രിൽ അക്കൗണ്ട് 2005 നവംബർ മാസത്തിലാണ് ആരംഭിച്ചത്. അതില് ഒന്നില്ലെങ്കിൽ ബാലൻസ് വേണം തന്നെയില്ലെങ്കിൽ മിനിമം ബാലൻസ് ആയാലും മതി. അതാണ് നോ ഫ്രിൽ അക്കൗണ്ട്. നോ ഫ്രിൽ അക്കൗണ്ടിന്റെ പേര് മാറ്റുന്നതാണ് എന്താണ് പറയുന്നത്? BSBDA അക്കൗണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന BSBDA എന്ന് പറയുന്നത് നോ ഫ്രിൽ അക്കൗണ്ടിന്റെ പേര് മാറ്റിയതാണ്. അത് എന്നാണ് അതിന്റെ നെയിം ചേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ 2012
ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് നോ ഫ്രിൽ അക്കൗണ്ടിനെ മാറ്റിയത് 2012 മിനിമം ബാലൻസ് ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ട് ആണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ പേര് 2012 ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാക്കി മാറ്റി. ഈ ഒരു അക്കൗണ്ടില് മിനിമം ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ 0 ആയാലും കുഴപ്പമില്ല. മാക്സിമം എപ്പോഴും 50,000 രൂപയിൽ കൂടുതൽ അതിലുണ്ടാവാൻ പാടില്ല. എന്താണ് മാക്സിമം എന്ന് പറഞ്ഞാൽ 50,000 രൂപയിൽ കൂടുതൽ BSBD അക്കൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ BSBD അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് 10,000 രൂപയിൽ കൂടുതൽ ഒറ്റ നമുക്ക് ചെക്ക് മുഖേന വിഡ്രോ ചെയ്യാൻ പറ്റില്ല. BSBDയിൽ നമുക്ക് 10,000 രൂപയിൽ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഒരു വർഷം 1,00,000 മേൽ ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു വർഷം 1,00,000 മേൽ ട്രാൻസാക്ഷൻ BSBD അക്കൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഒരു മാസത്തിൽ 4 ട്രാൻസാക്ഷനുകൾ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് BSBD അക്കൗണ്ടിന്റെ പ്രത്യേകത? നമുക്ക് ATM കാർഡ് തരും BSBD അക്കൗണ്ടില്. പക്ഷെ BSBD അക്കൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയെ എന്താണ് മാക്സിമം അതിൽ ബാലൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു വർഷത്തില് 1,00,000 മേലെ അതിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ 10,000 രൂപയെ അറ്റ് എ ടൈം വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് അതിന് മിനിമം ബാലൻസ് എത്രയാവും? 0 ആയാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഒരു അക്കൗണ്ടാണ് BSBD അക്കൗണ്ട് എന്ന് പറയുന്നത്. 2005 നവംബർ മാസത്തിലാണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന പേരിൽ ഇത് ആരംഭിച്ചത്. അതിനുശേഷം 2012 അതിന്റെ പേര് BSBD അക്കൗണ്ട് എന്നാക്കി മാറ്റി. ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് നാഷണൽ പെൻഷൻ സിസ്റ്റംസ്. എന്താണ് ഞാൻ ഇപ്പൊ പറയുന്നത് എന്താണ്? ഈ നോ ഫ്രിൽ അക്കൗണ്ട് ആരാണ്? അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ടാണ് നോ ഫ്രിൽ അക്കൗണ്ട് ആരംഭിച്ചത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് നോ ഫ്രിൽ അക്കൗണ്ട് ആരംഭിച്ചു. അത് ആരാണ് ആരംഭിച്ചത്? അത് RBI ആണ് ആരംഭിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് ആരംഭിച്ച ഓരോ പ്രൊജക്റ്റുകളാണ്. അതിലൊന്നാണ് നോ ഫ്രിൽ അക്കൗണ്ട്. രണ്ടാമത്തേതാണ് ദ നാഷണൽ പെൻഷൻ സിസ്റ്റം. ദ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന NPS, ദ നാഷണൽ പെൻഷൻ സിസ്റ്റം ലോഞ്ച് ചെയ്തത് 2014 ദ നാഷണൽ പെൻഷൻ സിസ്റ്റം ലോഞ്ച് ചെയ്തത് 2014 നാഷണൽ നാഷണൽ പെൻഷൻ സിസ്റ്റം ലോഞ്ച് ചെയ്തത്. ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണ ഇടയില് ഇപ്പൊ എല്ലാവർക്കും പെൻഷൻ ഒന്നുമില്ല അല്ലെ? നമുക്കറിയാം എല്ലാവർക്കും പെൻഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പെൻഷൻ ഒന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ ഇടയില് പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാനാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം ആരംഭിച്ചത്. പിന്നെ ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ നമ്മൾ ആലോചിക്കും, പെൻഷൻ അല്ലേ, അതിലെന്താണ് ബാങ്കിങ് സിസ്റ്റമായിട്ടുള്ള ബന്ധം എന്ന് ആലോചിക്കരുത്. ഇതെല്ലാം ബാങ്ക് ത്രൂവേ ചെയ്യുള്ളൂ. ഇതെല്ലാം ബാങ്ക് ത്രൂ ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നോ ഫ്രിൽ അക്കൗണ്ട് ആയിക്കോട്ടെ. നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ വീക്കർ സെക്ഷനിലുള്ള ലോ ഇൻകം ഗ്രൂപ്പുകൾക്ക് എന്താണ് അവർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ 0 ബാലൻസിൽ 1 രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലാതെ ഒരു അക്കൗണ്ട് തുടങ്ങാ എന്ന് കേട്ട് ആളുകൾക്ക് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള താല്പര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് കൂടുതൽ ബാങ്കിങ് സിസ്റ്റംസ് കൊണ്ടുവരാനാണ് നോ ഫ്രിൽ അക്കൗണ്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ പെൻഷൻ സ്കീം എന്ന് പറയുന്നത്, ഈ പെൻഷൻ എന്ന് പറയുന്നത് എന്ത് മുഖേനയാണ് കൊടുക്കുന്നത്? ബാങ്ക് മുഖേനയാണ് കൊടുക്കുന്നത്. പെൻഷന്റെ ഫണ്ടുകളൊക്കെ അടയ്ക്കുന്നത് എന്ത് മുഖേനയാണ്? ബാങ്ക് മുഖേനയാണ് നമ്മൾ ഈ പെൻഷന്റെ ഫണ്ടുകളൊക്കെ അടയ്ക്കുന്നത്. അപ്പൊ പെൻഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ പെൻഷൻ സിസ്റ്റം NPS എന്ന് പറയുന്നത് സാധാരണക്കാർക്ക്, അതായത് ലോങ് ഗ്രൂപ്പുകൾക്ക്, അല്ലെങ്കിൽ ജോലിയൊന്നുമില്ലാത്ത ഇൻകം ഇല്ലാത്ത വീട്ടമ്മമാർക്ക്, അങ്ങനെയുള്ള വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക്, ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ജോലിയോ അതുപോലെയുള്ള ജോലികളുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റമായിട്ടുള്ള ഒരു സാലറീഡ് പേഴ്സൺസിന് മാത്രമേ പെൻഷൻ പ്ലാനുകളൊക്കെ ഉള്ളൂ. അപ്പൊ ലോ ഇൻകം ഗ്രൂപ്പുകൾക്ക്, വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക് ഇവർക്കൊന്നും പെൻഷൻ പ്ലാനുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇവരുടെ ഇടയിലേക്ക് പെൻഷൻ പ്ലാനുകൾ എത്തിക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ളതാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന NPS. ഇതെന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ 2014 നാഷണൽ പെൻഷൻ സിസ്റ്റം ലോഞ്ച് ചെയ്തത്. RBIയുടെ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ പാർട്ടായിട്ടാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം ആരംഭിച്ചത്. അടുത്തതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന, PMJDY. പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി ജൻധൻ യോജന, PMJDY. ഇതിന്റെയൊക്കെ എന്താ പറയാ എക്സ്പാൻഷനും കാണാതെ പഠിക്കണം. PMJDY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ജൻധൻ യോജന. ഈ ജൻധൻ യോജന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ
അക്കൗണ്ടുകൾ ഇന്ത്യയിലെ എല്ലാ വീക്കർ സെക്ഷനുകളുടെ ഇടയിലേക്ക് അക്കൗണ്ടുകൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത്. എന്താണ് പ്രധാനമന്ത്രി ജൻധൻ യോജന? യൂണിവേഴ്സൽ ആക്സസ് ടു ബാങ്കിങ് ഫെസിലിറ്റീസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ബേസിക് ബാങ്കിങ് അക്കൗണ്ട് ഫോർ എവരി ഹൗസ് ഹോൾഡ്, ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ആക്സസ് ടു ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ്. ജൻധൻ യോജന എന്ന് പറയുന്നതിൽ ഉദ്ദേശിച്ചത് എന്താണ്? ഈ നമ്മളുടെ ഈ ബാങ്കിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും എല്ലാ ആളുകളുടെയും കയ്യിലേക്ക് എത്തിക്കുക എന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരാളുടെ ഒരാളല്ല, ഒരു വീട്ടിലെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവണം. അതുപോലെ ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തികമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ അവർക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇൻഷുറൻസിനെ കുറിച്ച്, ക്രെഡിറ്റിനെ കുറിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന, PMJDY എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജൻധൻ യോജന, PMJDY. എന്തൊക്കെയാണ് നമ്മളുടെ പ്രധാനമന്ത്രി ജൻധൻ യോജനയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാങ്കിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും, ഒരു ബാങ്ക് കൊണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെ കയ്യിലുകളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് 28/8/2014 ലോഞ്ച് ചെയ്തത്. 28/8/2014 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദി ആയിരുന്നു ഇത് ഈ അക്കൗണ്ട് ലോഞ്ച് ചെയ്യിപ്പിച്ചത്. അദ്ദേഹം അതിനെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ടല്ലോ, 2014 ഇൻഡിപെൻഡൻസ് ഡേയില് പ്രഖ്യാപനമാണ് നടത്തിയത്. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ബാങ്ക് സൗകര്യങ്ങളും, അതുപോലെ തന്നെ ക്രെഡിറ്റ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, അങ്ങനത്തെയുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ അവയർനെസ് കിട്ടുന്നതിന് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങുന്നുണ്ട്. അതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2014 ഓഗസ്റ്റ് 15 അനൗൺസ് ചെയ്തത്. ഈ അക്കൗണ്ട് ആരംഭിച്ചത് എന്നാണെന്ന് വെച്ചാൽ 2014 ഓഗസ്റ്റ് 28 2014 ഓഗസ്റ്റ് 28 ജൻധൻ യോജന അക്കൗണ്ട് ആരംഭിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടില് അതിന്റെ പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺ ബേസിക് അക്കൗണ്ട് ഇൻ എവരി പേഴ്സൺ, ഒരു അക്കൗണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ജൻധൻ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ BSPD അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് ലോ ഇൻകം ഗ്രൂപ്പിന് ഇപ്പൊ 50,000 വരെയുള്ള ബാലൻസ് പാടുള്ള ഒരു 50,010 രൂപ ആയി കഴിഞ്ഞാലായ BSPD അക്കൗണ്ടിന്റെ ക്രൈറ്റീരിയയിൽ നിന്ന് അത് മാറും. അതേപോലെ തന്നെ എന്താണ്, 1,00,000-ൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല. അതേപോലെ വേറൊരു അക്കൗണ്ട് ഉള്ള ആൾക്കും BSPD അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. പക്ഷെ ജൻധൻ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ഇത് വരുന്നില്ല, അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല. ഇൻഷുറൻസുകൾ, മറ്റുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി അവയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഈ ജൻധൻ അക്കൗണ്ട് കൂടി നടത്തുക എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ കൂടിയാണ് ജൻധൻ അക്കൗണ്ട് ആരംഭിച്ചത്. ഈ ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നതിൽ ആധാർ ലിങ്ക്ഡ് അക്കൗണ്ട് ആണ്. ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ആധാർ ലിങ്ക്ഡ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും ഇടയിലേക്ക് ബാങ്ക് സർവീസ് എത്തുക എന്നുള്ള രീതിയിലാണ് ജൻധൻ അക്കൗണ്ട് ആരംഭിച്ചത്. അതൊരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമാണ്. വൺ ബേസിക് അക്കൗണ്ട് ഓൺ എവരി പേഴ്സൺ എന്നുള്ള രീതിയിലാണ് അതിനെ പറയാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജൻധൻ അക്കൗണ്ട് ആണ്. This financial inclusion campaign was launched by the Prime Minister of India, Narendra Modi, on 20th August 2014 and announced 15th August 2014. This financial inclusion campaign was launched by the Prime Minister of India, Narendra Modi, on 28th August 2014 and announced in 15th August 2014. To provide universal access to banking services, including savings accounts, insurance and pension schemes to all households in India. എന്താണ് അർത്ഥമാക്കുന്നത്? ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ ആക്സസ് ടു ബാങ്കിങ് സർവീസസ്, എല്ലാ വിധത്തിലുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാ ബാങ്കിങ് സർവീസുകളും, അതായത് ലിമിറ്റ് ഇല്ല, ഇന്നത് എന്നുള്ള ലിമിറ്റ് ഇല്ല. BSPDയിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട്, ഇല്ല അങ്ങനെ കണ്ടീഷൻസ് ഇല്ല. ഈ സേവിങ്സ് അക്കൗണ്ട് ആവാം, ഇൻഷുറൻസ് ആവാം, പെൻഷൻ സ്കീംസ്, എല്ലാം ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നടത്താൻ പറ്റും. അതാണ് ജൻധൻ അക്കൗണ്ട്. ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ ആക്സസ് ടു ബാങ്കിങ് സർവീസസ്, ഇൻക്ലൂഡിംഗ് സേവിങ്സ് അക്കൗണ്ട്, ഇൻഷുറൻസ് ആൻഡ് പെൻഷൻ സ്കീംസ് ടു ഓൾ ഹൗസ് ഹോൾഡ്സ് ഇൻ ഇന്ത്യ. അടുത്ത എന്താണ്? പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന.
പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, സുരക്ഷ എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് ആണ്. ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റൽ ഡെത്ത് അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോക്കസ് ഓൺ ആക്സിഡന്റൽ ഡെത്ത് ഓർ ആൻഡ് പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി കവറേജ്. അതായത് ഒരു വ്യക്തി ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞ് ഡെത്തായി സംഭവിച്ചു കഴിഞ്ഞാൽ, വ്യക്തിക്ക് ആക്സിഡന്റ് ആയി ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് എന്താ പറയാ, ആൾ മരിച്ചു പോകണം. അപ്പൊ ആ ആളുടെ കുടുംബത്തിന് ആ ഒരു ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് സേവിങ്സ് അല്ല ശരിക്കും ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ, നമ്മൾക്ക് മരണം എന്ന് പറയുന്ന അൺസർട്ടനിറ്റി, അതിനെ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ ആ ഒരു ആളുടെ അഭാവം നമ്മൾക്ക് ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതാണെങ്കിൽ കൂടി, അതിനേക്കാൾ ഉപരി ചില സന്ദർഭങ്ങളിൽ ആളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് വളരെയധികം വേദനകൾ ഉണ്ടാവും. കാരണം ചിലപ്പോ ഒരു വീടിന്റെ നാഥനായിരിക്കും ഈ പറയുന്ന മരിക്കുന്നത്. വീട്ടിലെ വേറെ ആർക്കും ജോലി ഉണ്ടാവില്ല, കുട്ടികൾ ചെറുത്, ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവില്ല, കാരണന്മാര് പ്രായമുള്ളവര്, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ആ കുടുംബം അദ്ദേഹത്തിന്റെ മരണത്തിൽ ഉള്ള വേദനയുടെ 10 ഇരട്ടി വേദന എന്താണ്, ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങും. അങ്ങനെയൊക്കെ വരുന്ന സമയത്തിലാണ് നമുക്ക് എന്ത് വേണ്ടി വരുന്നത്? ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ആ ഇൻഷുറൻസ് കവറേജ് ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുടെ പ്രീമിയം എത്രയാണെന്ന് വെച്ചാല് ഇയർലി പ്രീമിയം 20 രൂപയാണ്. ഇയർലി പ്രീമിയം 20 രൂപയാണ്. 2015 അത് ലോഞ്ച് ചെയ്തത്. 2015 ലോഞ്ച് ചെയ്തത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുടെ പ്രീമിയം എന്ന് പറയുന്നത് വർഷത്തിൽ 20 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്കൊരു ചായ കുടിക്കുന്ന കാശാവുന്നുള്ളൂ. ഒരു ദിവസം ഒരു ചായ കുടിക്കുന്ന കാശാണ് ഒരു വർഷത്തിൽ 20 രൂപ. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ആക്സിഡന്റ് ആയ ഒരാൾ മരിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയും, അതല്ലാതെ ആക്സിഡന്റ് ആയിട്ട് അവർക്ക് പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി ആണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ കാല് പോകുകയോ കൈ പോകുകയോ, അതായത് അങ്ങനെ ഡിസബിലിറ്റി വന്നത് മൂലം വേറൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഡിസബിലിറ്റിയാണ് നമ്മൾ പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ആ പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി വരികയാണെങ്കിൽ 1 ലക്ഷം രൂപയും അയാളുടെ ഫാമിലിക്ക് കിട്ടും. അല്ലെങ്കിൽ ആൾക്ക് ഡിസബിലിറ്റി വരികയാണെങ്കിൽ ആളുടെ കയ്യിലേക്കും, ആൾക്ക് ആക്സിഡന്റൽ ഡെത്ത് വരികയാണെങ്കിൽ 2 ലക്ഷം രൂപ ആളുടെ ഫാമിലിക്ക് കിട്ടും. 2015 പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ആരംഭിച്ചത്. ഇയർലി പ്രീമിയം എന്ന് പറഞ്ഞ 20 രൂപയാണ്. ഇത് ജൻധൻ അക്കൗണ്ട് മുഖേന നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പൊ 20 രൂപ പ്രീമിയം വരുന്നുള്ളൂ. അത് ബാങ്ക് ത്രൂ ആണ് ചെയ്യുന്നത്. അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറയുന്നത് പങ്കുവഹിക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, 2 ലക്ഷം രൂപയാണ് ആക്സിഡന്റ് ഡെത്തിന് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, 1 ലക്ഷം രൂപ പാർഷ്യൽ ഡിസബിലിറ്റിക്ക് കിട്ടുന്നു. ഇയർലി പ്രീമിയം എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇതിന്റെ കവറേജ് എന്ന് പറയുന്നത് ജൂൺ തുടങ്ങി 1 ജൂൺ തുടങ്ങി 31 മെയ് വരെയുള്ള കാലഘട്ടമാണ് ഇതിന്റെ കവറേജ് എന്ന് പറയുന്നത്. 1 ജൂൺ തുടങ്ങി 31 മെയ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിന്റെ കവറേജുകൾ ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യമാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. അടുത്തതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. അതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. ഇതൊക്കെ എന്താണ്, ഒരു ഇൻഷുറൻസ് ആണ് കേട്ടോ. സുരക്ഷാ ബീമാ യോജന, ആ യോജന എന്താണ്, ഇൻഷുറൻസ് ആണ്. ജീവൻ ജ്യോതി ബീമാ യോജന ഇതൊരു ഇൻഷുറൻസ് കവറേജ് ആണ്. ഫോക്കസ് ഓൺ 1 ഇയർ ലൈഫ് കവറേജ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇതൊക്കെ ഇയർലി പ്രീമിയം ആണ്. ആ ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ അത് കിട്ടി, അടുത്ത വർഷം റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിന്യൂ ചെയ്തില്ലെങ്കിൽ കവറേജ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കട്ടാവും. അപ്പൊ ഫോക്കസ് ഓൺ 1 ഇയർ ലൈഫ് കവറേജ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്നത്. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ മരിച്ചാലും ആക്സിഡന്റൽ ഡെത്ത് ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണ് മരിച്ചാലും നമുക്കത് ഫാമിലിക്ക് കിട്ടും. മറ്റവിടെ ആക്സിഡന്റൽ ഡെത്ത് ആയി മാത്രമേ കിട്ടുള്ളൂ, അവിടെ 20 രൂപയെ വരുന്നുള്ളൂ. ഇവിടെ വരുന്നത് 436 രൂപയാണ്. പ്രീമിയം എന്ന് പറയുന്നത് 436 രൂപയാണ്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതില് ചേരാൻ പറ്റുക. അതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയില് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് എഴുതാത്ത കാര്യങ്ങളിൽ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണേ.
ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞു തരുന്നത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന് പറയുന്നത് ഒരു ഫോക്കസ് ഓൺ 1 ഇയർ ലൈഫ് കവറേജ് സബ്സ്ക്രൈബേഴ്സിന് ലൈഫ് കവറേജ് കൊടുക്കുന്നതാണ്. അത് ആക്സിഡന്റൽ ഡെത്തിന് മാത്രമല്ല, എങ്ങനെ മരിച്ചാലും അത് ആ ഒരു ഫാമിലിക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കും. 2 ലക്ഷം രൂപയാണ് ഉള്ളത്. 2015 പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ആരംഭിച്ചത്. അതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് 436 രൂപയാണ്. ആനുവലി 436 രൂപയാണ്. അതുപോലെ തന്നെ 18 വയസ്സ് തുടങ്ങി 50 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതില് അംഗമാകുവാൻ പറ്റുക. അടുത്തതാണ് അടൽ പെൻഷൻ യോജന. എന്താണ് അടൽ പെൻഷൻ യോജന? അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പെൻഷൻ സ്കീമാണ്. എന്താണ് ഒരു പെൻഷൻ സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. ഈ അടൽ പെൻഷൻ യോജനയില് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള അടൽ പെൻഷൻ യോജനയിലെ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകളാണ് മെമ്പർമാരാകുന്നത്. ഇതെല്ലാം ബാങ്ക് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണക്കാർക്ക് ഒരു പെൻഷൻ സ്കീം കൊണ്ടുവന്നതാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. 18 വയസ്സുള്ള ആൾ മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് നമുക്ക് ഇതിൽ ചേരാം. ഇത്ര വർഷം നമ്മൾ അടച്ചിട്ട് 60 വയസ്സിന് ശേഷം നമുക്ക് പെൻഷനായിട്ട് കിട്ടുന്ന ഒരു സ്കീമാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. ചെറിയൊരു പ്രായത്തിൽ നമ്മൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു തുക കൊണ്ട് തന്നെ നമുക്ക് നല്ല പെൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് അതൊരു സെൻട്രൽ ഗവൺമെന്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ്. അടുത്തതാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. എന്താണ് മുദ്രാ യോജന? പ്രധാനമന്ത്രി മുദ്രാ യോജന 2015 മുദ്രാ യോജന ആരംഭിച്ച. അടൽ പെൻഷൻ യോജന 2015 തന്നെയാണ്. മുദ്രാ യോജന ആരംഭിച്ചത് 2015 2014 15 കാലഘട്ടങ്ങളായി ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015 ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ ലോണുകൾ കൊടുക്കുന്നതിനാണ്. ബാങ്ക് ക്രെഡിറ്റിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ഇൻഷുറൻസ്, പെൻഷൻ എന്നുള്ള സ്കീമുകളൊക്കെ പഠിച്ചു. ഇനി പറയുന്നത് പ്രധാനമന്ത്രി മുദ്രാ യോജന. പ്രധാനമന്ത്രി മുദ്രാ യോജന ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഫോർമൽ ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കാനുണ്ട്. ആർക്കാണ് ബാങ്ക് മുദ്രാ യോജന? നമ്മള് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് കൊടുക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാല് ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കുക, ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ മുദ്രാ ലോണുകൾ കൊടുക്കുന്നത്. അത് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് മുഖേനയാണ് അത് കൊടുക്കുന്നത്. മുദ്രാ ലോണുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖേനയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന് പറയുന്നത്? 2015 ആരംഭിച്ചത്. അതെന്തിനാണ്? ക്രെഡിറ്റ് ഫെസിലിറ്റി മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൊടുക്കുവാനാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചിട്ടുള്ളത്. അടുത്തതാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. എന്താണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്? PSL, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയുന്നത് പ്രയോറിറ്റി സെക്ടർ ആയിട്ടുള്ള ആളുകൾക്ക്, പ്രയോറിറ്റി സെക്ടർ ആയിട്ടുള്ള ആളുകൾക്ക് ലോണുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വായ്പകൾ കൊടുക്കുന്നതാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയുന്നത്. അതിന്റെ ഗൈഡ് ലൈൻസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാൻഡേറ്റ്സ് banks to allocate a certain percentage of their lending portfolio to priority sectors such as agriculture, micro, small and medium enterprises, MSMEs എന്ന് പറയും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ mandates banks to allocate a certain percentage of their lending portfolio to priority sectors such as agriculture, micro, small and medium enterprises. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? അതായത് നമ്മള് ഇതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിന്റെ ഒരു ചെറിയൊരു ഭാഗം പ്രയോറിറ്റി സെക്ടറിന് ലെൻഡിങ് കൊടുത്തിരിക്കണം. നമുക്കറിയാം നമ്മൾ സാധാരണ ബാങ്കുകൾക്ക് ഈ പ്രയോറിറ്റി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലുള്ള ആളുകൾ, അതുപോലെ ചെറുകിട വ്യവസായികൾ, കരകൗശല വ്യവസായങ്ങൾ, കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ആ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്കൊക്കെയാണ് ഈ പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് സ്ഥിര വരുമാനക്കാരല്ല. അവർക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ വരുമാനങ്ങൾ കുറയാം. മറ്റുള്ള ഏത് എന്താ പറയാ പ്രകൃതി സംബന്ധമായ ഏത് വ്യതിയാനങ്ങളും ഇവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊന്നും ഒരിക്കലും ഒരു സ്ഥിരം ഇൻകം ഗ്രൂപ്പിൽ അവർക്ക് ഇന്ന വരുമാനം എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ തിരിച്ചടവ് എന്ന് പറയുന്നതും
കറക്റ്റ് ആവണമെന്നില്ല. നമുക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടവ് നമ്മൊരു സ്ഥിരം ഇൻകം ഉള്ള ആളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അടയ്ക്കും. ഇത് ഡെയിലി ഇത്ര കിട്ടും ഉറപ്പില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് അവരെത്ര നന്നായിട്ട് അടയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി വരുമാനം ഉണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊരു തിരിച്ചടവുകളുടെ സാധ്യതകൾ കുറവാണ്. എന്താണ് മറ്റുള്ള സ്ഥിര വരുമാനക്കാരെ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറവാണ്. തുലോം കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ബാങ്കുകൾക്ക് ഈ സെക്ടറിലുള്ള ആളുകൾക്ക് എന്ത് ലോണുകൾ കൊടുക്കുവാൻ താല്പര്യമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ആർബിഐ ഒരു മാൻഡേറ്റ്സ് കൊണ്ടുവന്നതെന്ന് വെച്ചാല് ഇത്ര പെർസെന്റേജ് ലോണുകൾ അവർക്ക് കൊടുത്തിരിക്കണം. ഇത്ര പെർസെന്റേജ് ലോണുകൾ അവർക്ക് കൊടുത്തിരിക്കണം. ഏതൊരു കാരണവശാലും ആ ലോണുകൾ വേറെ ആർക്കും മാറ്റി കൊടുക്കാൻ പാടുള്ളതല്ല. ഈ സെക്ടറിലുള്ള ആളുകൾക്ക് തന്നെ ആയി ലോണുകൾ കൊടുത്തിരിക്കണം. ഇനി കൊടുക്കാൻ ആള് വന്നില്ല അത് മാറ്റിവെക്കാം. പിന്നീട് വരുമ്പോഴായാലും അവർക്ക് തന്നെ ആ പേഴ്സണേജിലുള്ള അത്രയും ലോണുകൾ കൊടുത്തിരിക്കണമെന്ന് RBIയുടെ ഒരു നിർദ്ദേശം ഉണ്ടായി. അതും ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഒരു ഭാഗം തന്നെയാണ്. അതൊരു 30% എങ്കിലും ഇങ്ങനെയുള്ള സെക്ടറുകൾക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗോൾഡ് ലോൺ 4% ഇൻട്രസ്റ്റിന് നാഷണലൈസ്ഡ് ബാങ്കുകൾ കൊടുക്കും. ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ 4% ഇൻട്രസ്റ്റിന് ഗോൾഡ് ലോൺ കൊടുക്കുന്നത് ഗോൾഡ് ലോൺ എന്നുള്ള ഇതിലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കാർഷിക ലോൺ ആയിട്ടാണ് കൊടുക്കുന്നത്. കാർഷിക ലോൺ ആർക്കാ കൊടുക്കുക? അഗ്രികൾച്ചർ വിഭാഗത്തിന്. അപ്പൊ എന്താണ്, ഗോൾഡ് ലോൺ എടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് 4% ഇൻട്രസ്റ്റിന് കിട്ടുമ്പോൾ ഇത് ശരിക്കും ഒരു കാർഷിക ലോണായിട്ടാണ്. വിളകൾ ഇറക്കുന്ന സമയത്ത് നമ്മൾ ലോൺ എടുക്കുകയും വിളകളിൽ നിന്നുള്ള വരുമാനം കിട്ടുമ്പോൾ ലോൺ അടയ്ക്കുന്ന രീതിയിലുള്ള കാർഷിക ലോണായിട്ട് സെറ്റ് ചെയ്തിട്ട് 4% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7%മാണ് നമ്മളിൽ നിന്ന് ബാങ്ക് ഈടാക്കുന്നത്. 3% നബാർഡിന്റെ ഫണ്ട് തരും. അങ്ങനെയാണ് 4% ഇൻട്രസ്റ്റിന് കാർഷിക ലോണായിട്ടാണ് നമ്മൾ ഈ ഗോൾഡ് ലോൺ വെക്കുന്നത്. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? അത് ഇത്ര പെർസെന്റേജ് എന്താണ് പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കണം. അപ്പൊ എങ്ങനെയെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ ബാങ്കുകൾ കാണുന്ന ഒരു സൂത്രമാണ് ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത്. These guidelines to ensure credit flow to undeserved sectors to promote inclusive growth. എന്താണ് ഈ ഗൈഡ് ലൈൻസ്? എന്താണ് അൺഡിസർവഡ് ആയിട്ടുള്ള സെക്ടറുകളിലെ വളർച്ചയ്ക്ക്, അവരുടെ വളർച്ചയ്ക്കും പ്രൊമോഷനും ഒക്കെ എന്താണ് ഈ ഈ ഒരു ക്രെഡിറ്റ് ഫ്ലോ നല്ല സഹായമാണ് ചെയ്തു കൊടുക്കുന്നത്. അതായത് ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിന്റെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിലേക്ക് വായ്പകൾ, ക്രെഡിറ്റ് ഫ്ലോ വരുവാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ആരംഭിച്ചത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് വായ്പകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ് RBI കൊണ്ടുവന്നത്. ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ് പ്രോഗ്രാം. എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ് പ്രോഗ്രാം? ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡും ആണല്ലോ, നമുക്കറിയാലോ. ഇതുപോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ഒരുപാട് പ്രൊജക്ടുകൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെയുള്ളതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് സാമ്പത്തികപരമായ വിദ്യാഭ്യാസവും അറിവൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രോഗ്രാമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ് പ്രോഗ്രാം. എന്നാൽ മാത്രമല്ല ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വളരെ എഫക്റ്റീവായിട്ട് നടക്കുകയുള്ളൂ. ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത ഒരാള് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അവർക്ക് ബാങ്ക് എന്ത് നമുക്ക് ഈ കിട്ടുന്ന കാശ് അത് സേവ് ചെയ്യണമെന്നോ അതിനെക്കുറിച്ച് അവയർനെസ് ഒന്നും അവർക്ക് ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ് പ്രോഗ്രാം. Reserve Bank of India and NABARD conduct financial literacy and awareness programs to educate people, especially in rural areas, about banking services, savings, credit, and other financial products. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡുമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാംസുകൾ നടത്തുന്നത്. നമ്മളുടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ ഒരുപാട് ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. അത് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പോലെയൊക്കെ ആയിട്ട് സൊസൈറ്റികളിലുള്ള മെമ്പർമാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. അത് നബാർഡിന്റെ സ്കീമായിട്ടാണ്, നബാർഡിന്റെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നബാർഡും ആണ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റ് പീപ്പിൾ എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ് അബൌട്ട് ബാങ്കിങ് സർവീസസ്. റൂറൽ ഏരിയയിലൊക്കെ ഉള്ള
ജനങ്ങളെ വിദ്യാഭ്യാസം കൊടുക്കുക. എന്തിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത്? ബാങ്കുകളെ കുറിച്ച്, ബാങ്കിങ് സർവീസുകളെ കുറിച്ച്, ബാങ്കിലെ സേവിങ്സിനെ കുറിച്ച്, ക്രെഡിറ്റിനെ കുറിച്ച്, മറ്റുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളെ കുറിച്ച്, ഇതെല്ലാം ഉള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഫിനാൻഷ്യൽ ലിറ്ററസിന്റെ അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. These programs aim to empower individuals with the knowledge and skills to make informed financial decisions. ഈ പ്രോഗ്രാം ഒക്കെ എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഓരോ വ്യക്തികൾക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള നോളജുകളും സ്കില്ലുകളൊക്കെ കഴിഞ്ഞിട്ട് അവര് വളരെ കൂടെ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനുള്ള പവർ അവർക്ക് ഉണ്ടാവും, അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടാക്കുകയാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഇതിന്റെ ക്ലാസ്സുകളുണ്ട്, അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ പ്രോഗ്രാം ക്ലാസ്സുകൾ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്താണ് ബാങ്കിങ് സെക്ടറെ കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യവും അതിനുള്ള സ്കില്ലുകളും അതിനുള്ള അറിവുകളൊക്കെ ഉണ്ടാകുന്നത് ഈ പ്രോഗ്രാംസുകൾ കൊണ്ടാണ്. ദീസ് പ്രോഗ്രാംസ് എയിം ടു എംപവർ ഇൻഡിവിജ്വൽസ് വിത്ത് ദി നോളജ് ആൻഡ് സ്കിൽസ് ടു മേക്ക് ഇൻഫോംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. അടുത്തെന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട്. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് എന്ന് പറയുന്നത് RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ടു സെറ്റിംഗ് അപ്പ് റൂറൽ ബ്രാഞ്ചസ്, ഡിപ്ലോയിങ് ബാങ്കിങ് കറസ്പോണ്ടൻസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ടെക്നോളജി ഡ്രിവൺ സൊല്യൂഷൻസ് ടു റീച്ച് അൺബാങ്ക്ഡ് പോപ്പുലേഷൻസ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാല് റൂറൽ ഏരിയയിൽ ബ്രാഞ്ചുകൾ തുടങ്ങുക, അതുപോലെ ബാങ്കിന്റെ കറസ്പോണ്ടൻസുകൾ ആരംഭിക്കുക, അതുപോലെ ടെക്നോളജികളൊക്കെ കൊണ്ടുവരിക, ഈ അൺബാങ്ക്ഡ് പോപ്പുലേഷനുള്ള ആ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ഈ ടെക്നോളജികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ടു സെറ്റിംഗ് അപ്പ് റൂറൽ ബ്രാഞ്ചസ്, ഡിപ്ലോയിങ് ബാങ്കിങ് കറസ്പോണ്ടൻസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ടെക്നോളജി ഡ്രിവൺ സൊല്യൂഷൻസ് ടു റീച്ച് അൺബാങ്ക്ഡ് പോപ്പുലേഷൻ. അൺബാങ്ക്ഡ് ആയിട്ടുള്ള ആളുകളുടെ, ജനങ്ങളുടെ ഇടയിലേക്ക് ബാങ്കിങ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ബാങ്കിങ്ങിന്റെ ടെക്നോളജികൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എത്തിക്കുക എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി റൂറൽ ബ്രാഞ്ചുകളൊക്കെ ആരംഭിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് ഫോർ ഓൾ അഡൽട്സ് ഇൻ ഇന്ത്യ 2016 ജാനുവരി. അതായത് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് എല്ലാ പ്രായപൂർത്തിയായ ആളുകൾക്കും 2016 ജനുവരി ആയപ്പോഴേക്കും കൊണ്ടുവന്നത്. അതായത് എല്ലാ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടുകൾ 2016 ജനുവരി മാസത്തിലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് ദിസ് വിൽ ട്രാൻസ്ഫോം ഇന്ത്യ ബൈ പ്രിവെന്റിംഗ് ദ പുവർ പീപ്പിൾ ഫോളിംഗ് ഇൻ ടു ഡെറ്റ് ട്രാപ്സ് ഓഫ് അൺലോഫുൾ മണി ലോണ്ടേഴ്സ്. ഈ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും ആധാർ ലിങ്ക് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാല് കുറെ അൺലോഫുൾ മണി ലെൻഡേഴ്സ് ഉണ്ടാവും. അതായത് നമ്മളെ ട്രാപ്പിലൊക്കെ പെടും, യഥാർത്ഥത്തിലുള്ള മണി ഇതല്ലാത്ത ഇത് വരുമ്പോൾ നമ്മൾ ട്രാപ്പിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനാണ് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയത്. അതായത് ഒരു അക്കൗണ്ടില് തുടങ്ങുമ്പോൾ തന്നെ അതില് ആധാറൊക്കെ ലിങ്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തതെങ്കിലൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആധാർ ലിങ്ക് ബാങ്ക് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് ദിസ് വിൽ ട്രാൻസ്ഫോം ഇന്ത്യ ബൈ പ്രിവെന്റിംഗ് ദ പുവർ പീപ്പിൾ ഫോളിംഗ് ഇൻ ടു ഡെറ്റ് ട്രാപ്സ് ഓഫ് അൺലോഫുൾ മണി ലെൻഡേഴ്സിന്റെ ട്രാപ്പിൽ നിന്നൊക്കെ വിമുക്തി നേടുന്നതിന് വേണ്ടിയിട്ടാണ് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ആരംഭിച്ചത്. ഇനി നമുക്ക് നബാർഡിന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നബാർഡ് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ആണ് നോക്കാം. SSG എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുടുംബശ്രീ ഒക്കെ പോലെ തന്നെ വേറൊന്ന് സംഭവമാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് SSG ആരാണ് SSG കൊണ്ടുവന്നത്? നബാർഡാണ് SSG ഫോം ചെയ്തത്. അപ്പൊ എന്താണ് SSG ആരാണ് കൊണ്ടുവന്നത് വെച്ചാൽ നബാർഡാണ്. The self-help group bank linkage program was started in 1992 at the initiative of NABARD. 1992 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ SSG എന്ന് പറയുന്ന ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം നമ്മളുടെ നബാർഡ് കൊണ്ടുവന്നത്. ഇതിൽ ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം എന്ന് പറയുന്നതിൽ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കുക. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അത് ബാങ്ക് ലിങ്കേജ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ആളുകൾ കൂടി ചേർന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പ് മുഖേന
സേവിങ്സ് മെന്റാലിറ്റികൾ വളർത്തുന്നു. അതുപോലെ തന്നെ അവർ വേണമെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നു. ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ സേവിങ്സ് മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ തുകകളായാലും നമുക്ക് കൊണ്ടിടാൻ ഒരു മടിയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ തുകകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊക്കെ തന്നെ പോകും. അതൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ആഴ്ചകളിൽ ഇത്ര ചെറിയ ചെറിയ തുകകളൊക്കെ കളക്ട് ചെയ്ത് എന്ത് പറയാ, ബാങ്ക് ത്രൂ തന്നെ ചെയ്യണമെന്നില്ല. ചിലർ അത് കയ്യിൽ വെച്ചിട്ട് പിന്നത്തെ മാസം എന്ത് ചെയ്യും, നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ഒരു 15 ആളുണ്ട്, 100 രൂപ വെച്ചിട്ട് എടുത്തിട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം 1500 രൂപ. അപ്പൊ നമ്മള് അടുത്ത് നമ്മളുടെ ആർക്കാണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇന്ന ആൾക്ക് അങ്ങനെ വെച്ച് അങ്ങനെ കൊടുക്കുക. SSG ഗ്രൂപ്പ് ഇതിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാമാണ്. ബാങ്ക് ലിങ്കേജ് എന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ആഴ്ചയിൽ കളക്ട് ചെയ്യുന്ന മുഴുവൻ നമ്മൾ SSG ഗ്രൂപ്പിന്റെ ബാങ്കിൽ കൊണ്ടിടും. അതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ 1992 at the initiative of NABARD. The self-help group bank linkage program was started in 1992 at the initiative of NABARD. Focus on institutional credit disbursement to self-help groups in rural areas. അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഇൻ റൂറൽ ഏരിയയിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്തിനാണ് വേണ്ടിയിട്ടുള്ളതാണ്? ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെന്റ്, അവരുടെ മെമ്പർമാർക്കുള്ള ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെന്റിന് വേണ്ടിയിട്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ശേഖരിക്കുന്ന നമ്മൾ ആവശ്യമുള്ള നമ്മുടെ മെമ്പർമാർക്ക് തന്നെ ലോൺ ആയിട്ട് തരുന്നു, ചെറിയൊരു ഇൻട്രസ്റ്റിൽ ലോൺ ആയിട്ട് തരുന്നു. ഫോക്കസ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെന്റ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻ റൂറൽ ഏരിയാസ്. It provides credit and financial service to women, farmers and small entrepreneurs in rural areas. SSG ഗ്രൂപ്പുകൾ ക്രെഡിറ്റുകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസുകൾ കൊടുക്കുന്നു. അതായത് സ്ത്രീജനങ്ങൾക്ക്, കൃഷിക്കാർക്ക്, അതുപോലെ സ്മോൾ എന്റർപ്രണേഴ്സിന്, റൂറൽ ഏരിയയിലുള്ള സ്മോൾ എന്റർപ്രണേഴ്സിന് ഇവർക്കൊക്കെ ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ക്രെഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ടു വിമൻ, farmers and small entrepreneurs in rural areas. It provides credit and financial services to women, farmers and small entrepreneurs in rural areas. This initiative helps in mobilizing savings, performing enterprises, entrepreneurship and improving livelihoods. അതായത് ദിസ് ഇനിഷ്യേറ്റീവ് ഹെൽപ്സ് ഇൻ മൊബിലൈസിങ് സേവിങ്സ്, പ്രൊമോട്ടിംഗ് എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇംപ്രൂവിംഗ് ലൈവ്ലിഹുഡ്. ഈ SSG ഗ്രൂപ്പുകൾ എന്താണ്? സേവിങ്സ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ വ്യവസായങ്ങൾ തുടങ്ങാനൊക്കെ ഉള്ള പ്രൊമോഷനൊക്കെ നൽകുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താ പറയുക, കൂടുതലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണ് ചെയ്യുന്നത്. SSG ഇനിഷ്യേറ്റീവ്സ് ഹെൽപ്സ് ഇൻ മൊബിലൈസ് സേവിങ്സ്, promoting entrepreneurship and improving livelihood. അടുത്തതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതായത് KCC. നബാർഡിന്റെ വേറൊരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ പാർട്ടായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ക്രെഡിറ്റ് ഡെലിവറി മെക്കാനിസംസ് ടു എനേബിൾ ഫാർമേഴ്സ് ടു മീറ്റ് ദെയർ പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്രെഡിറ്റ് ഡെലിവറി മെക്കാനിസം അനുസരിച്ചാണ്. ക്രെഡിറ്റ് ഡെലിവറി മെക്കാനിസം അനുസരിച്ചിട്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് ആരംഭിച്ചത്. ടു എനേബിൾസ് ഫാർമേഴ്സ് ടു മീറ്റ് ദെയർ പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സ്. വേറൊന്നുമില്ല. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ കർഷകർക്ക് അവർക്കൊരു ഇത്ര എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടിട്ട് കൊടുക്കും. ആവശ്യത്തിന് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് കാണിച്ചിട്ട് അത്യാവശ്യം, അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഓഡിയിലൊക്കെ ആണെങ്കിൽ ഇത്ര സാങ്ഷൻ ചെയ്തിട്ടില്ല, അതേപോലെ ഇത്ര എമൗണ്ട് ഇവർക്ക് സാങ്ഷൻ ഉണ്ടാവും. ആവശ്യ സമയത്ത് ഇത്ര വെച്ചിട്ട് അവർക്ക് വിഡ്രോ ചെയ്യാം, ഒന്നിച്ച് വിഡ്രോ ചെയ്ത് പോകുന്നില്ല. ഇതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. It is introduced as a credit delivery mechanism to enable farmers to meet their production requirements. Kisan Credit Card introduced in 1998. Kisan Credit Card introduced in 1998. 1998 കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത്. സ്വരോജ്ഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം. സ്വരോജ്ഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം എന്ന് പറയുന്നത് എന്താണ്? സ്വരോജ്ഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ടൈംലി ക്രെഡിറ്റ് ടു മൈക്രോ എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ മേഖലയിലേക്ക് അവരുടെ പ്രൊഡക്ഷനും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ലോണുകളാണ് കൊടുക്കുന്നതെങ്കിൽ സ്വരോജ്ഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം എന്താ പറയുന്നത്? മൈക്രോ എന്റർപ്രണർഷിപ്പ് ഓർ സ്മോൾ എന്റർപ്രൈസസ്, അതായത് ചെറുകിട സംരംഭകർ, ഏറ്റവും ചെറുകിട സംരംഭകർ അല്ലെങ്കിൽ ചെറിയ സംരംഭങ്ങൾക്ക് എന്നിവയ്ക്കൊക്കെയാണ് സ്വരാജ്ഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം ആ ടൈമിലുള്ള ക്രെഡിറ്റുകൾ കൊടുക്കുന്നത്. എന്താണ്? അവർക്ക് അത്യാവശ്യമുള്ള പൈസ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ
സംരംഭങ്ങൾ തുടങ്ങാനായിട്ടാണ് കൊടുക്കുന്നത്. പ്രൊവൈഡിങ് ടൈംലി ക്രെഡിറ്റ് ടു മൈക്രോ എന്റർപ്രണേഴ്സ് ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. അത് ലോഞ്ച് ചെയ്തത് എന്താ വെച്ചാൽ 2003 സ്വരാജ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തത് 2003 സ്വരാജ് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത് 2003. മാക്സിമം എമൗണ്ട് ഫോർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25,000. മാക്സിമം എമൗണ്ട് ഫോർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25,000. അവർ 2003 ലോഞ്ച് ചെയ്തു. മാക്സിമം എമൗണ്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ് സ്വരാജ് ക്രെഡിറ്റ് കാർഡ് മുഖേന നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 25,000 രൂപയാണ്. NABARD has adopted a differentiated strategy since 2019-24 focused Financial Inclusion Fund FIF. NABARD നമ്മൾ RBI ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് രൂപീകരിച്ച പോലെ തന്നെ നബാർഡും എന്താണ് ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്ക് വേണ്ടി 2019-20 കാലം മുതൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് രൂപീകരിച്ചു തുടങ്ങി. നബാർഡ് ഹാസ് അഡോപ്റ്റഡ് ഡിഫറൻഷിയേറ്റഡ് സ്ട്രാറ്റജി സിൻസ് 2019-24 ഫോക്കസ്ഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് ആയിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡ് സൂക്ഷിക്കുന്നുണ്ട്. നബാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം, ഇന്റർവെൻഷൻസ് വിച്ച് സ്റ്റിൽ കണ്ടിന്യൂസ് ടു അഡ്രസ് റീജിയണൽ inadequacies and to bring about inclusive and equitable financial inclusion across the country. അതായത് നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാവിധത്തിലുള്ള ആളുകളിലും എന്താ ആവശ്യമുള്ള എല്ലാവരുടെ കയ്യിലേക്കും തുല്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് നബാർഡ് ആരംഭിച്ചിട്ടുള്ളെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിധത്തിലുള്ള ആളുകൾക്കും, അതായത് ഏതൊരു വിധത്തിലുള്ള ആളുകളും സേവിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ സേവ് ചെയ്യുന്നത് അതിന്റെ ആവശ്യകതകളും അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് നബാർഡ് ഹാസ് ലോഞ്ച്ഡ് ക്രിട്ടിക്കൽ ഇനിഷ്യേറ്റീവ്സ് സച്ച് ആസ് എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് നബാർഡിന്റെ കീഴിലുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ടിൽ എന്തിനാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാം. അതുപോലെ എന്തിനാണ് ബാങ്കുകളിലുള്ള എല്ലാവർക്കും താഴെക്കെട്ടുള്ള ബാങ്ക് ആക്സസിലുള്ള എല്ലാവർക്കും ലിറ്ററസി അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക. അതേപോലെ സെന്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസിക്ക് വേണ്ടിയുള്ള സെന്ററുകൾ ആരംഭിക്കുക. ഇതൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നബാർഡ് രൂപീകരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ട് നബാർഡ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമുകൾ അതിനുള്ള സെന്ററുകൾ ആരംഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാം ഒക്കെ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല. ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത വീക്കർ സെക്ഷനുകൾക്കും അതുപോലെയുള്ള ആളുകൾക്കാണ് ഇതിന്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുക. അതിനുള്ള സെന്ററുകൾ ആരംഭിക്കുന്ന ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബാർഡ് ഈ ഫണ്ട് സൂക്ഷിക്കുന്നത്. ദീസ് എൻഡിവേഴ്സ് ഹാവ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ bringing the financially excluded population into the formal financial fold. These endeavors have been instrumental in bringing the financially excluded population into the formal financial fold. അതായത് ഈ കാര്യങ്ങളൊക്കെ ആർക്കാണ് വേണ്ടിയിട്ടാണ്, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർമൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒഴിക്കുന്ന ജനവിഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്നൊന്ന് ആ പരിധിയിലൊന്നും പെടാത്ത ഫോർമൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിന് പരിധിയിൽ പെടാത്ത അതിൽ നിന്ന് ആ പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ളതായിട്ടാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ടുകൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് അവരെ പഠിപ്പിക്കുക, അല്ലാണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതൊന്നല്ല. ഇങ്ങനെ ഈ ബാങ്ക് സിസ്റ്റത്തിന്റെ ഉള്ളിലൊന്നും പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ടുകൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മള് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്ന് പഠിച്ചു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിലെ RBIയുടെ പങ്ക് എന്താണ്, അതുപോലെ തന്നെ നബാർഡിന്റെ പങ്ക് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നന്നായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. നല്ല പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറയുന്നത്. നന്നായിട്ട് തന്നെ പഠിച്ചു പോകാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങൾ ആരും ചെയ്യുന്നില്ല എന്ന് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പരമാവധി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്കിത് വളരെ ഉപകാരമാണ്. നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ആളുകൾ എത്തിക്കണമെങ്കിൽ
കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ എനിക്കിപ്പോ 396 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്കത് കൂടുതലായിട്ട് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് പരിഗണിക്കുക. എന്തായാലും ദയവ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പരമാവധി ആളുകളുടെ കയ്യിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക.